അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിട്ടും വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ പ്രതിപക്ഷം. നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെ പ്രതിപക്ഷ എംഎൽഎമാർ ആ സന്തോഷത്തിലാണ് പാർട്ടി. അതേസമയം മലപ്പുറം പരാമർശവും PR ഏജൻസി വിഷയവും സഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് സഭ മൊത്തത്തിൽ പ്രക്ഷുബ്ധമാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നില്ലേ? മോദി, ഗുഡ് മോർണിംഗ്. ഈ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി എന്നത് പ്രതിപക്ഷ നിയമസഭയിൽ സർക്കാരിനെതിരെ ഉയർത്തുന്ന വലിയ ആക്രമണത്തിൻ്റെ ചെറിയൊരു ആഘാതം കുറയ്ക്കും എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്നു. സർക്കാരിന് കടുത്ത പ്രതിഷേധം തന്നെ, ആക്രമണം തന്നെ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വരും. കാരണം ഏറ്റവും പ്രധാനം, ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ആദ്യ ദിവസം തന്നെ കൊണ്ടുവരുന്നത് ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട്, അത് മുഖ്യമന്ത്രിയുടെ പേരിൽ ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന ലേഖനം, അതിൽ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പരാമർശം, ഒപ്പം തന്നെ PR ഏജൻസിയുടെ ഇടപെടൽ, ഇതാണ് വിഷയമായി വരുന്നത്. വലിയ പ്രതിരോധത്തിലാണ് സർക്കാർ ഈ വിഷയത്തിൽ. കാരണം ഈ വിഷയം വിശദീകരിക്കാൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. കാര്യങ്ങളെല്ലാം, പ്രധാനപ്പെട്ട ചോദ്യങ്ങളോടെല്ലാം വെറുതെ ചിരിച്ച് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രിയെ കണ്ടതാണ്. പക്ഷേ നിയമസഭയിൽ ആ മറുപടി പറ്റില്ല. കാരണം പ്രതിപക്ഷ നേതാവ് എല്ലാം ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നാൽ വലിയ പ്രതിഷേധമോ ഒക്കെ നേരിടേണ്ടി വരും. അപ്പോൾ ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയമൊക്കെ ആദ്യം വരുന്ന ദിവസമായി ഇന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് സണ്ണി ജോസഫാണ് ഈ വിഷയം ഉയർത്തിയിരിക്കുന്നത്. എന്തായിരിക്കും സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്നത് പ്രധാനമാണ്. കാരണം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വലിയ പ്രതിരോധത്തിലാകുകയും ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ വരികയും ചെയ്യുന്ന അവസരത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് തന്നെ അനുമതി നിഷേധിക്കും. അങ്ങനെ അത് പിന്നീട് വലിയ ബഹളമായി മാറും, സഭ പ്രക്ഷുബ്ധമാകും, സഭ അന്നത്തേക്ക് അലങ്കോലമായി പിരിയുകയും ചെയ്യും. അത്തരത്തിലൊരു തന്ത്രത്തിലേക്ക് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിൽ പല ഘട്ടത്തിൽ വരാം, ചോദ്യങ്ങളായി വരാം. അപ്പോൾ അങ്ങനെ ഒട്ടനവധി സാഹചര്യങ്ങൾ നേരിടേണ്ടിയുണ്ട് ഭരണപക്ഷം. അത്തരമൊരു തന്ത്രം സ്വീകരിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനമാണ്. രാവിലെ 8 മണിക്ക് UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും സീറോ അവർ വരെ കാത്തിരിക്കണോ, അതോ രാവിലെ 9 മണിക്ക് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ സർക്കാരിനെതിരായ പ്രധാന വിഷയങ്ങൾ, അത് പൂരം കലക്കൽ വിഷയമുണ്ട്, ADGPയുടെ RSS കൂടിക്കാഴ്ചയുണ്ട്, മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട് PR ഏജൻസിയുമായി ബന്ധപ്പെട്ടെല്ലാം ഒട്ടനവധി വിഷയങ്ങൾ, പ്ലക്കാർഡുകൾ ഉയർത്താനെല്ലാം അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ചോദ്യോത്തരവേള മുതൽ ബഹളം തുടങ്ങാനാണോ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം എന്നതെല്ലാം കാത്തിരുന്നറിയേണ്ടതാണ്. ഇതിനൊപ്പം തന്നെ വലിയ വിഷയമാകാൻ പോകുന്നത് ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് സസ്പെൻഷൻ അല്ല, അങ്ങനത്തെ ഒരു നടപടിയല്ല, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാത്രി 9:10 ഇറങ്ങിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അജിത് കുമാറിനെ മാറ്റി നിർത്തി ഈ ചുമതല, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ, പക്ഷേ അപ്പോഴും അദ്ദേഹം ബറ്റാലിയൻ ADGP എന്ന ചുമതല വഹിക്കുന്നു. പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില DGP അടക്കം അന്വേഷിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ്. അതിനപ്പുറം RSS കൂടിക്കാഴ്ചയെന്നോ അത്തരം വിവാദ പരാമർശങ്ങളോ വിഷയങ്ങളോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. വളരെ ശക്തമായി തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നു തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം, ഒരു അന്വേഷണം വേണമെന്ന്. പക്ഷേ ഈ ഒരു നടപടിയോടെ CPI തൃപ്തരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങോട്ട് യാതൊരു പ്രതിഷേധങ്ങളും ഉണ്ടാവില്ലായിരിക്കാം, അല്ലേ? തൃപ്തരാണ് എന്ന് അവർക്ക് രാഷ്ട്രീയമായി അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. അവർ ഉയർത്തിയൊരു വിഷയത്തിൽ ADGPക്കെതിരെ നടപടി ഉണ്ടായി എന്നത്, അതായത് ഈ പ്രധാനമായും CPIക്ക് വലിയ പ്രതിഷേധവും എതിർപ്പും എല്ലാം ഉള്ളത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ്. കാരണം CPIയുടെ അഭിമാനത്തിന് വരെ ക്ഷതമേറ്റതാണ് തൃശ്ശൂരിലെ പരാജയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയത്തിൽ തുടർന്നാണ് അവർക്ക് ആ പരാജയം സംഭവിച്ചത് എന്നതാണ്. ഈ RSS കൂടിക്കാഴ്ച എന്നത് ആദ്യം ഉയർത്തുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനും PV അൻവറും എല്ലാം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയങ്ങളാണ്. അപ്പോൾ ആ വിഷയത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ADGPക്കെതിരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അത് DGPയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ CPIക്ക് ആശ്വസിക്കാം. അവർ ശക്തമായി ഉയർത്തിയെന്ന് പറയുമ്പോഴും കഴിഞ്ഞ 32 ദിവസം വേണ്ടു ഇതിൽ നടപടിയിലേക്ക് നീങ്ങാൻ. എങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ ഉറച്ച നിലപാടിൽ തന്നെ അദ്ദേഹം നിന്നു. കാരണം ഒരു അന്വേഷണ റിപ്പോർട്ട് വരാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തില്ല, അല്ലെ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റില്ല എന്ന് പറഞ്ഞ ആ പിടിവാശിയിൽ തന്നെ നിന്നു, അത് തന്നെ നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ CPIക്ക് ഈ നിയമസഭാ സമ്മേളനം ഇന്നിപ്പോൾ ചേരുന്നതിന് തൊട്ട് മുൻപ് തലേദിവസം രാത്രി അടിയന്തരമായി സർക്കാർ അത് മാറ്റിയതെല്ലാം തങ്ങളുടെ സമ്മർദ്ദപരമായി എന്ന് പറയാമെങ്കിലും ഒരുപാട് ദിവസങ്ങളായി
മുന്നണിയിലെ പ്രധാന ഘടകകക്ഷി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും മുഖ്യമന്ത്രി അതിന് വഴങ്ങിയില്ല. ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ന തൻ്റെ ഉറച്ച നിലപാടിനൊപ്പം തന്നെ നിന്ന് അത് നടപ്പാക്കുകയാണ് ചെയ്തത്. അപ്പോഴും ഇന്നിപ്പോൾ പ്രതിപക്ഷ നിയമസഭയിൽ സർക്കാരിനെ പൊരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തിടുക്കപ്പെട്ട് രാവിലെ മുഴുവൻ ചർച്ചകളും രാത്രി അങ്ങനെ തിടുക്കപ്പെട്ട ഇനി സഭയിലൊരു പ്രതിരോധം കൂടി തീർക്കാൻ ഒരു പക്ഷേ ശക്തരല്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. പ്രതിപക്ഷം പ്രക്ഷുബ്ധമാക്കും സഭ. ഈ കാരണങ്ങളാൽ തന്നെ ആയിരിക്കണം വളരെ അടിയന്തരമായി ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ നടപടി എടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തു, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത് പോലെ ഒരു ഉത്തരവ്.